അല്ല, അത് എല്ലാ കാലത്തും ജമാഅത്ത് ഇസ്ലാമിയുമായി കൂട്ടുകൂടിയിട്ടുള്ളത് CPM ആണ്. കഴിഞ്ഞ കാല ചരിത്രം എല്ലാവർക്കും അറിയാം. അവരോടൊപ്പം കൂടിയാൽ അവരൊക്കെ നല്ലവർ, അല്ലെങ്കിൽ ഞങ്ങളെ പിന്തുണച്ചാൽ അവർ വർഗീയവാദികൾ. ആ നിലപാട് വേണ്ട. പ്രിയങ്ക ഗാന്ധിയുടെ വരവോടുകൂടി UDF വർദ്ധിച്ച ആവേശത്തോടെ മുന്നോട്ട് പോവുകയാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം ആര്യാടൻ ഷൗക്കത്ത് നേടാൻ പോവുകയാണ്. പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അഭൂതപൂർവമായ ഭൂരിപക്ഷമാണ് അവിടെ ലഭിച്ചത്. അപ്പോൾ ഇന്ന് പ്രിയങ്ക ഗാന്ധി വരുന്നതോടുകൂടി ചിത്രം മാറാൻ പോകുന്നു. കൂടുതൽ ആവേശത്തോടെ ശക്തിയോടെ മുഴുവൻ പ്രവർത്തകരും ജനങ്ങളും UDFനെ വിജയിപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുകയാണ്. CPMൻ്റെ എല്ലാ വിധത്തിലുമുള്ള കള്ളപ്രചരണങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കും. കഴിഞ്ഞ 3 ദിവസമായി മുഖ്യമന്ത്രി ആ നിയോജക മണ്ഡലത്തിലുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി വികസന നേട്ടങ്ങളെപ്പറ്റി പറയുന്നില്ല, സർക്കാർ ചെയ്ത കാര്യങ്ങളെപ്പറ്റി പറയുന്നില്ല, സർക്കാർ ഇനി ചെയ്യാൻ പോകുന്ന കാര്യത്തെപ്പറ്റിയും പറയുന്നില്ല. മുഖ്യമന്ത്രി ആകെ പറയുന്നത് വർഗീയത മാത്രമാണ്. വർഗീയ പ്രചരണമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആ തെരഞ്ഞെടുപ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും നിലമ്പൂരിൽ ചെലവാകാൻ പോകുന്നില്ല. മതേതര വിശ്വാസികളായ നിലമ്പൂരിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് UDFനെ പിന്തുണയ്ക്കും. നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന വിശ്വാസമാണ് എനിക്ക്. പെട്ടി വിവാദം എങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പങ്ക്, അതായത് UDFന് അനുകൂലമായി നിൽക്കുന്നത് പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെടെ അവർ പ്രതികരിച്ചില്ല, അതൊക്കെ അല്ല, അത് എല്ലാ കാലത്തും ജമാഅത്ത് ഇസ്ലാമിയുമായി കൂട്ടുകൂടിയിട്ടുള്ളത് CPM ആണ്. കഴിഞ്ഞ കാല ചരിത്രം എല്ലാവർക്കും അറിയാം. അവരോടൊപ്പം കൂടിയാൽ അവരൊക്കെ നല്ലവർ, അല്ലെങ്കിൽ ഞങ്ങളെ പിന്തുണച്ചാൽ അവർ വർഗീയവാദികൾ. ആ നിലപാട് വേണ്ട.